മുമ്പിൽ തന്നെ ഉണ്ടല്ലോ രജനി. വിചിത്രമായ ഒരു പെൺകരുത്ത് എന്താണെന്നുള്ളത് അതായത് ഒരു പായ്ക്കപ്പലില് ലോകം ചുറ്റിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് നമുക്ക് എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂരിന് സമാനമായിട്ടുള്ളൊരു വിജയമാണ് അവർ കടലിൽ കൊയ്തിരിക്കുന്നത്. നമ്മൾ കൈയടിച്ച് തന്നെ കേൾക്കേണ്ട ഒരു വാർത്തയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ കോഴിക്കോട് പറമ്പിൽക്കടവ് നിന്നുള്ള എ ദിൽനയുണ്ട്, അതുപോലെ തന്നെ പുതുച്ചേരിയിൽ നിന്നുള്ള എ രൂപ. ഈ രണ്ട് പെൺകുട്ടികളാണ് അവരുടെ അനിതര സാധാരണമായിട്ടുള്ള സാമർത്ഥ്യത്തിലൂടെ പായ്ക്കപ്പലിൽ ലോകം ഏതാണ്ട് ഒരു വട്ടം ചുറ്റി. അതായത് ഈ ലോകത്തിലെ സമുദ്രങ്ങളുണ്ടല്ലോ, സപ്ത സമുദ്രങ്ങൾ എന്ന് പറയുന്നത് 7 കടലുകളിൽ ഏതാണ്ട് എല്ലാം ചുറ്റി. ഏതാണ്ട് അത്രത്തോളം തന്നെ ഭൂഖണ്ഡങ്ങളും ചുറ്റിയിട്ട് മഡ്ഗോവയിൽ വന്നിറങ്ങി. ഇവിടെ അവരെ സ്വീകരിക്കാനെത്തിയത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗാണ്. അപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞതെന്താണെന്നറിയോ, ആ സന്ദർഭത്തിൽ ഈ സ്ത്രീകളുടെ ധൈര്യം, അവരുടെ ആ സാഹസികത. കൊച്ചു പെൺകുട്ടികളാണ്, വലിയ സൈസ് പട്ടാളക്കാരാണെന്ന് പറഞ്ഞിട്ട് വലിയ സൈസൊന്നുമില്ല. ആ പെൺകുട്ടികളോട് പറഞ്ഞത് സ്ത്രീ ശക്തികളുടെ അഭിമാന മുദ്രകൾക്കുള്ള രാജ്യത്തിൻ്റെ അഭിവാദ്യമാണ് നിങ്ങളുടെ ഈ വരവ്, മഡ്ഗോവയിലേക്കുള്ള വരവ്. അതെ, 3 സമുദ്രങ്ങളാണ് മറികടന്നത്. 25,621 അതായത് ഏകദേശം 47,450 കിലോമീറ്റർ ആണ്. 47,450 കിലോമീറ്റർ, 238 നമുക്കറിയാം. ഇതിൽ 47,500 കിലോമീറ്റർ ഉണ്ട്. മൊത്തം 47,500 കിലോമീറ്റർ ആണ് അവർ സഞ്ചരിക്കുന്നത്. ഏതാണ്ട് 238 ദിവസം, ഏതാണ്ട് ഒരു വർഷത്തിന് തൊട്ടരികെ വരെ കപ്പലിൽ നോക്കൂ. പായ്ക്കപ്പലിൽ തന്നെ നമ്മളിത് ആലോചിക്കുമ്പോൾ പായ്ക്കപ്പലിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ. നോക്കൂ, നമ്മളിപ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുന്നു, നമുക്കറിയാം മെറീൻസ് ഉണ്ട്, അതായത് മെർച്ചൻ്റ് ഷിപ്പുകളിലൊക്കെ ധാരാളം പേരുണ്ട്. അവർ കടലിൽ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. ചിലപ്പോൾ 3 മാസം വരെ, മാക്സിമം 3 മാസം വരെയൊക്കെ യാത്ര ചെയ്യും. ആ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ഓരോ തീരം എടുത്തുകൊണ്ട് അവിടുന്ന് ആഹാരം ശേഖരിക്കും. അങ്ങനെ അവർക്ക് പോകാൻ പറ്റൂ. പിന്നെ കപ്പലിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്, ആഹാര സാധനങ്ങളെല്ലാം, ടിൻഡ് ഫുഡ് ധാരാളമുണ്ട്, ഡോക്ടറുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, മുറികൾ, വിശാലമായ മുറികളുണ്ട്. പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റണ്ടേ, അതിനുള്ള സൗകര്യങ്ങൾ വേണ്ടേ? ഇതെല്ലാം ഉണ്ട് അവിടെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സുഖമാണ് ഇപ്പോൾ കപ്പൽ യാത്ര എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. പായ്ക്കപ്പലാണ്. കാറ്റിനെ ആധാരമാക്കി, കാറ്റിനെ ഇന്ധനമാക്കി ഉപയോഗിച്ചുകൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന ഒന്നാണ്. കടലെന്ന് പറയുന്നത് നമ്മുടെ നദികൾ പോലെയല്ല. നദികളിൽ ബോട്ടിൽ പോകുമ്പോൾ പോലും അപകടങ്ങൾ ഉണ്ടാവുന്നല്ലേ. എന്നിട്ട് ഈ കടലുകളെന്ന് പറയുന്നത് എപ്പോഴും, പ്രത്യേകിച്ചും കോളിളക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണിത്. വലിയ കാറ്റുകൾ, തെങ്ങോളം ഉയരത്തിലുള്ള തിരമാലകൾ, ആ തിരമാലകളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ വഞ്ചികളെ. എഞ്ചിനുണ്ടോ? ഒന്നുമില്ല. ബല്ലാസ്റ്റ് സിസ്റ്റം എന്നും പറഞ്ഞൊന്നുണ്ട് കപ്പലിനൊക്കെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊന്നുമില്ല. കാറ്റ് എങ്ങോട്ട് വരുന്നോ ആ ദിശയിലേക്ക് തിരിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കുക്ക്, അതുപോലെ വാസ്കോ ഡ ഗാമ, ഫെർഡിനാൻഡ് മെഗല്ലൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ലോകത്തിൻ്റെ അന്യ ഭൂഖണ്ഡങ്ങളിലേക്ക്, ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലേക്ക് എങ്ങനെ സഞ്ചരിച്ചു. കൊളംബസ് എങ്ങനെ ഇന്ത്യയാണെന്ന് വിചാരിച്ച് അമേരിക്ക പോയി കണ്ടുപിടിച്ചു. അതുപോലെ വാസ്കോ ഡ ഗാമ, കാപ്പ കടൽപ്പുറത്ത് കോഴിക്കോട്ട് വന്ന് എങ്ങനെ ഇറങ്ങിയോ, ക്യാപ്റ്റൻ കുക്ക് ഓസ്ട്രേലിയ കണ്ടുപിടിച്ചത്. അതുപോലൊരു സാഹസികമായ യാത്രയുടെ അനുകരണമാണ് ഇവർ നടത്തിയത്. അതിലാണ് അവരുടെ ധീരോദാത്തത കൂടി ഉള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ വനിതകൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. എഞ്ചിനി പോകുന്നുണ്ടോ ആവശ്യം കൊണ്ടിട്ട്? എഞ്ചിനിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു സ്ത്രീയാണ്. അപ്പൊ നമുക്ക് ഉള്ള പ്രാഥമിക സൗകര്യങ്ങളും കാര്യങ്ങളും മാത്രമല്ല, ഈ സ്ത്രീകൾ ബലമുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഈ ജിമ്മിലൊക്കെ പോയി കുറച്ചൊക്കെ പറഞ്ഞ മസിലൊക്കെ പിടിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ മസിൽ കൊണ്ട് കാര്യമില്ല, മസിലല്ല, ധൈര്യം. അത് സ്വാഭാവികം എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ച് അല്പം ബലവും കൂടെ ഒക്കെ വേണമല്ലോ. ഒറ്റയ്ക്ക് കടലിനെ മല്ലിടുക എന്ന് പറയുന്നത് സാധാരണ ഒരുപക്ഷെ ഒരു കപ്പലിനകത്ത് എത്രയോ പേരുള്ളപ്പോഴാണ് കടലിനകത്ത് മല്ലിടുന്നത്. പിടിക്കാനൊക്കെ പോകുന്നവർക്കറിയാം. ഈ 2 സ്ത്രീകൾ മല്ലിട്ടുകൊണ്ട്
ക്ഷമത, ശാരീരിക ക്ഷമത. കൂടാണ് കാണിക്കുന്നത്. കാരണം ചില സ്ത്രീകൾക്ക് മാസമുറ പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ ഒറ്റപ്പെടുന്ന അവസ്ഥ എങ്ങനെ അത് തരണം ചെയ്തു എന്നുള്ളത് വലിയ അത്ഭുതം തന്നെ. ആ സ്ത്രീകളുടെ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കറിയാം. പക്ഷേ അതിൻ്റെ ആണായതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇതിൽ എല്ലാവരും നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. കില്ലർ ഷാർക്ക് എന്ന് പറയുന്ന കൊല്ലുന്ന തരത്തിലുള്ള കൊല്ലുന്ന സ്രാവുകൾ, കൊലയാളി സ്രാവുകളുണ്ട്. ഇതിനെയൊക്കെ മറിച്ചിടാൻ അവർ നിഷ്പ്രയാസം സാധിക്കും. കാരണം ആനയേക്കാൾ വലിപ്പമുള്ളവയാണ്. പിന്നെ തിമിംഗലങ്ങൾ, അതങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി വരില്ല. അങ്ങനെയുള്ള വലിയ വലിയ ജന്തുജാലങ്ങൾ കടലിൽ. അതുപോലെ മഞ്ഞുമലകൾ, ടൈറ്റാനിക്കിനെയൊക്കെ അത്രയും വലിയ ഭീമമായിട്ടൊരു കപ്പലിനെ മുക്കാൻ കഴിവുള്ള മഞ്ഞുമലകൾ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം കൂടി നേവിഗേറ്റ് പോയെങ്കിൽ മാത്രമേ ഇത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളറിയുന്ന പേരുകൾ കൊളംബസിൻ്റെയും ക്യാപ്റ്റൻ കുക്കിൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഫെർഡിനാൻഡ് മാഗല്ലൻ്റെയും ഒക്കെയാണ്. പക്ഷേ അറിയാതെ എത്രയോ പേര് കടലിൽ പകുതി യാത്രക്കിടയിൽ മരിച്ചു മുങ്ങിപ്പോയിട്ടുണ്ട്. കപ്പലോട് കൂടി തന്നെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കാറ്റിൻ്റെ ബലത്തിൽ. അത്ര ഭീകരമായിട്ടുള്ള കാറ്റുകളാണ് അവിടെ താണ്ഡവമാണെന്ന് ഈ കടലിലൊക്കെ. ആ കാറ്റുകളിൽ പെടാതെ 238 ദിവസം കടലമ്മയുടെ മടിയിൽ കിടന്നിട്ട് വിജയോദാത്തമായി എത്തിയെന്ന് പറയുന്നത് അത് ഇവർക്ക് അത്യാവശ്യം ഉണ്ടായിട്ട് പോയതല്ല, ഒരു സാഹസത്തിന് വേണ്ടിയിട്ട്, ഒരു ത്രില്ലായിട്ട് പോയതാണ്. അപ്പോൾ ആ പെൺകുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഇന്ത്യയിലെ യുവതികൾക്ക് തീർച്ചയായിട്ടും ആവേശം പകരുന്ന ഒന്ന് തന്നെയാണിത്. പക്ഷേ ഇതിനു മുമ്പ് നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദൂരം പോയിട്ടില്ലെന്നേ ഉള്ളൂ. ഗോവയിൽ 7 വർഷം മുമ്പ് 4 ഭൂഖണ്ഡങ്ങൾ ചുറ്റി. പക്ഷേ അവരിത്രയും ദൂരം സഞ്ചരിച്ചിട്ടില്ല. അതായത് 21,060 കിലോമീറ്റർ മാത്രമാണ് അവർ സഞ്ചരിച്ചത്. അങ്ങനെ ഒരു വിജയം, അതിനെ മറികടക്കുന്ന ഒരു റെക്കോർഡാണിപ്പോൾ ഇവർ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്നാഥ് സിംഗ് ഇന്ത്യൻ നേവിക്കുള്ള ഒരു അഭിവാദ്യമായിട്ട് ഇവരെ സ്വീകരിച്ചത്. ഇവർ രണ്ടും ലഫ്റ്റനൻറ്റ് കമാൻഡർമാരാണ്. ഇതിനോട് ചേർത്ത് ഒരു ഇരട്ടി മധുരം കൂടിയുണ്ട്. അതായത് നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുന്നത് കമ്മീഷൻഡ് ഓഫീസർമാരാണ്. അതായത് വളരെ ഉയർന്ന ശമ്പളമുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാർ, കമ്മീഷൻഡ് റാങ്കാണ്. നമ്മുടെ IAS എന്നൊക്കെ പറയുന്നത് പോലെ വരെ എലീറ്റ് റാങ്കാണ്. അവിടെ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ലായിരുന്നു. ഇവിടെ മൊത്തം ഏതാണ്ട് 147 ബാച്ചുകൾ ഇവിടെ കഴിഞ്ഞു. ആ 147 ബാച്ചുകളിലും ഇന്ന് വരെ ഒരു പെൺകുട്ടിയെയും പ്രവേശിപ്പിച്ചിരുന്നു. ഈ പ്രാവശ്യം ആദ്യമായിട്ട് ആ പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് പെൺകുട്ടികൾ പരിശീലനം പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങുകയാണ്. അതിൻ്റെ 148ാം ബാച്ച്, അത് 17 പെൺകുട്ടികളുണ്ട്. മൊത്തം പുരുഷന്മാർ ഉൾപ്പെടെ ഏതാണ്ട് 250ഓളം പേരുള്ളവരിൽ 17 പേര് കരുത്തരായിട്ടുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ എല്ലാ നിലയിലും നമ്മുടെ നാവിക രംഗത്ത് മാത്രമല്ല, സൈനിക രംഗത്തും എല്ലാം, അതുപോലെ തന്നെ ഈ കടൽ യാത്രയുടെ കാര്യത്തിൽ ഒക്കെ, നാവിഗേഷൻ്റെ കാര്യത്തിലൊക്കെ വിജയ തിളക്കം കുറിച്ചുകൊണ്ട് ഇത് ധൈര്യമാണ്. പലയിടത്തും ലിഫ്റ്റ് ചോദിച്ച്, കാരണം നമ്മുടെയൊക്കെ ഇവിടെ രാത്രി പോലും ഇറങ്ങാൻ മടിക്കുന്ന പെൺകുട്ടികളൊക്കെ അന്യ രാജ്യങ്ങളിലൊക്കെ സ്ട്രോങ് ആയിട്ട് അവർ യാത്ര ചെയ്യും. ലോറിയൊക്കെ ലിഫ്റ്റ് അടിച്ചാണ് പോയി. അതിനകത്ത് പേടിയില്ല, അപ്പോൾ ഭയമില്ലാണ്ട് എന്തിനെ നേരിടാനുള്ള അതിനുള്ള കാര്യങ്ങൾ, ഒരാൾ അറ്റാക്ക് ചെയ്താൽ തന്നെ അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള സംഗതികളൊക്കെ ആയിട്ടാണ് ഈ ട്രാവലിംഗ് ചെയ്യുന്നത്. അത്തരത്തിൽ പെൺകുട്ടികൾ കരുതിച്ചു. ഇനി ഈവൻ ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു ഇതാണ്, ഒരു പ്രായം ചെന്ന ഒരു അമ്മ കാശ്മീരിൽ പോയി. അത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട. പക്ഷെ അതിന് ഒരുപാട് ഈ പറഞ്ഞ ആദ്യമാരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനൊക്കെ ശരിക്കും ആയിട്ട് കൊടുക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഈ സ്ത്രീകളുടെ ഉള്ളിൽ അറിഞ്ഞിരിക്കുന്ന ഒരു ധൈര്യമുണ്ട്, അറിഞ്ഞിരിക്കുന്ന കുറേ സന്തോഷങ്ങളും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. അതിന് പലപ്പോഴും ഒരു കുടുംബിനി എന്നുള്ള രീതിയിൽ അടിച്ചമർത്തുകയാണ്. ഈ പ്രായം ചെന്ന ഒരു അമ്മയുടെ കാര്യം തന്നെ എടുത്താൽ മക്കളുടെ മക്കളും ഒക്കെ ആയി. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് സ്വാതന്ത്ര്യത്തോടെ എനിക്ക് യാത്ര ചെയ്യണം, കാശ്മീരിന്റെ ഉന്നതിയിൽ എത്തണമെന്ന്. ആ ഒരു ആഗ്രഹം അവരുടെ ആ പ്രായത്തിൽ അവസാന ഒരു പക്ഷെ 60-70 വയസ്സിൽ അവരത് കാണിച്ചിരിക്കാം. ഒരുപാട് പ്രായം ചെന്ന സ്ത്രീകളൊക്കെ മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരവരുടെ സ്വാതന്ത്ര്യം തേടി അല്ലെങ്കിൽ അവരുടെ യാത്രകൾ തേടി പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ അതൊക്കെ ഇന്ത്യയുടെ അഭിമാനമായിട്ടും കുറച്ചുകൂടി
കാര്യം ഇതൊക്കെ പറയുന്നെങ്കിലും ഈ പെൺകുട്ടികൾ പോലും ഈ ദിൽനയും അതുപോലെ തന്നെ മറ്റേ പെൺകുട്ടിയും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ രാത്രി കഴിഞ്ഞാൽ നടക്കാൻ അവർക്കും പേടി തോന്നും, ഇത്രയും ധൈര്യമുള്ളവരാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അവശേഷിക്കുന്നുണ്ട്. എന്തായാലും രൂപയും ദിൽനയുമാണ് പോയത്. പക്ഷേ ഇവരെ ട്രെയിൻ ചെയ്തത് ഒരു മലയാളിയാണ്, അതും നമുക്ക് അഭിമാനമാണ്. പക്ഷേ അത് പുരുഷനാണ് കേട്ടോ. അഭിലാഷ് ടോമി എന്ന് പറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾ മുമ്പ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, ഇതുപോലൊരു യാത്ര നടത്തിയിട്ട് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ റേസ് വിജയിയായിട്ടുള്ള കമാൻഡർ മലയാളിയായ അഭിലാഷ് ടോമിയാണ് ഇവർക്ക് വേണ്ട പരിശീലനം നൽകിയത്. അപ്പോൾ പുരുഷന്മാരെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഏതൊരു സ്ത്രീയുടെയും പുറകിൽ പുരുഷന്, ഏതൊരു പുരുഷന്റെ പുറകിൽ സ്ത്രീയുണ്ട്. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ശരി, നമ്മുടെ സമയം അവസാനിപ്പിച്ചതുകൊണ്ട് നമുക്ക് നിർത്താം.